ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ടൊക്കെ വന്നിരുന്നതാണ്. എഞ്ചിൻ സൈഡ് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, ക്ലച്ച് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചാണ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ സീൽ വന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് വരുന്ന വീലിൻ്റെ ആ ഷാഫ്റ്റ് ബെയറിങ് കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് സൈഡിലും അത് ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കിൻ്റെയൊക്കെ അവസ്ഥ. അതൊക്കെ നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാനുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്കേജൊക്കെ ഉണ്ട്. അത് നമ്മൾ ഹെഡിൻ്റെ ഭാഗം വരെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പുറമേ നിന്ന്. ബാക്കിയത്തെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. വീണ്ടും ലീക്കേജ് ഉണ്ടെങ്കിൽ, അതായത് കുറേ ഓടി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യിക്കണം. അതായത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൂടുതൽ ലീക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകാം എഞ്ചിൻ ഹെഡിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗത്തുനിന്നോ ഹെഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ലീക്കേജ് വരാം, ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ലീക്കേജ് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ബാക്കിയത്തെ നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. സിലിണ്ടർ ഗ്യാസ്കറ്റൊക്കെ നമ്മൾ എൻജിൻ നമുക്കത് അഴിച്ചിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട്. സിലിണ്ടർ പിസ്റ്റൺ ഭാഗമൊക്കെ നമുക്ക് അഴിച്ചാലാണ് അവിടുത്തെ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയത്തെ പുറമേ നിന്ന് ചെയ്യാവുന്നിട്ട് മാക്സിമം നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേപാട് ഞാൻ പറഞ്ഞല്ലോ, ആ സൈഡ് ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് പുറത്തേക്ക് തെറിച്ചേക്കണതാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടത്തേക്ക് ക്ലിയറായി പൊക്കോളും. ഇനി അതല്ല ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കിയത്തെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, കുറച്ച് താമസം വരും. ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ താമസം വന്ന വർക്കാണ്. അപ്പോൾ ഞാനിന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആക്കിയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.